വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാൻ നല്ലൊരു ചന മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിലോട്ട് 1.5 കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളക്കടല. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് അത് കുക്കാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്ന ടൈമിൽ 3 മീഡിയം സൈസ് സവാള ഇതുപോലെ മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ടാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ ഒരു റോസ് സ്മെല്ല് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മസാലയായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മസാലയുടെ ഒരു കുത്തുമണക്കൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുക്കാക്കി വെച്ച കടല വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ഉണ്ടല്ലോ, മിൽക്ക് പൗഡർ 1 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പശുവും പാൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടായാലും കുഴപ്പമില്ല. ഞാനിപ്പം മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കലക്കിയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സിൽ എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി കലക്കി ഒഴിച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചന മസാലയുടെ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക, വെറുതെ ആവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്യട്ടെ, എല്ലാവരും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.